ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രസിദ്ധനായ ഇന്ത്യൻ ചിത്രകാരൻ രാജാ രവിവർമ്മയെക്കുറിച്ച് കേൾക്കാത്തവർ ഇല്ലല്ലോ. അദ്ദേഹം ഹൈന്ദവ ദൈവങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും ചിത്രങ്ങൾ ആധുനിക പാശ്ചാത്യ ശൈലികൾ ഉപയോഗിച്ച് അത്ഭുതകരമായ ഭംഗിയോടെ വരച്ചിരുന്നു. തൻ്റെ ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ ഐതിഹ്യങ്ങളെയും പുരാണങ്ങളെയും അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരിക്കലൊരു വലിയ കലാപ്രദർശനം നടക്കുന്നു. ആ പ്രദർശനത്തിന്റെ പ്രധാന ആകർഷണം ദൈവിക ഭാവവും സൗന്ദര്യവും നിറഞ്ഞ രാജാ രവിവർമ്മയുടെ സരസ്വതി ദേവിയുടെ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ കഴിവുള്ള കലാപരിചിതർ ആ ചിത്രം കണ്ട് അതിശയത്തോടെ നിന്നു. എന്നാൽ അവിടുത്തെ തിരക്കിനിടയിൽ കലാപരിചയമില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ എത്തി. അവൻ ആ ചിത്രത്തെ അല്പനേരം നോക്കി. അവന് ചിത്രത്തിന്റെ ആത്മീയ ആഴമോ കലാപരമായ വൈഭവമോ സാംസ്കാരിക ഔന്നിത്യമോ കാണുവാനോ മനസ്സിലാക്കുവാനോ സാധിച്ചില്ല. അവൻ അതുല്യമായ ആ കലാസൃഷ്ടിയെ നോക്കി നിരാശനായി ഇങ്ങനെ ചോദിച്ചു, ഇതിലെന്താണ് ഇത്ര വലിയ പ്രത്യേകത? അവൻ കണ്ടത് സാധാരണ ഒരു ചിത്രത്തെ മാത്രമായിരുന്നു. അവന്റെ ഈ പ്രതികരണം കേട്ട് കലാപണ്ഡിതർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുരങ്ങിന് ഇഞ്ചിയുടെ രുചി എങ്ങനെ അറിയാൻ സാധിക്കും? വിലയറിയണമെങ്കിൽ മനസ്സുണ്ടാവണം. വലിയതും ഉത്കൃഷ്ടമായ കാര്യങ്ങൾ വേണ്ടത്ര ബുദ്ധിയോ പരിചയമോ ഇല്ലെങ്കിൽ ആസ്വദിക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കില്ല. ഈ തത്വം ജീവിതത്തിലെ നന്മകളെക്കുറിച്ചും സത്യമാണ്. കേവലം വിദ്യാഭ്യാസം മാത്രം പോരാ, അതിനൊപ്പം സാംസ്കാരികത, കലാബോധം, മനസ്സിന്റെ വിശാലത എന്നിവയും ജീവിതത്തിൽ നേടേണ്ടിയിരിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ കാര്യങ്ങളെ കൈക്കൊള്ളുന്നില്ല. അവ അവന് ഭോഷത്വമാകുന്നു. ആത്മീയം മാത്രം വിവേചിക്കേണ്ടതാകയാൽ അവന് അവയെ ഗ്രഹിപ്പാൻ കഴിയുകയില്ല എന്ന് 1 കൊരിന്ത്യർ 2:14 പറയുന്നു. നമ്മുടെ കണ്ണുകളിൽ കുറവുകൾ മാത്രം കാണപ്പെടുന്നത് നാം ഭൗതിക മനുഷ്യരായി ദൈവ തേജസ്സില്ലാതെ നടക്കുമ്പോഴാണ്. മറ്റുള്ളവരിൽ സൗന്ദര്യവും ഗുണങ്ങളും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതിന് പ്രധാന കാരണം അവരിൽ അതില്ലാത്തതല്ല, മറിച്ച് അത് കണ്ടെത്തുവാനുള്ള കഴിവ് നമുക്കില്ല എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ആത്മീയമായി വളരണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിലെ നന്മകളെയും സൗന്ദര്യത്തെയും ശരിയായ രീതിയിൽ വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ. നന്മകളും ഗുണങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ മൗനമായിരിക്കാനെങ്കിലും നാം പഠിക്കേണ്ടിയിരിക്കുന്നു. വിലയേറിയതിനെ വിലയിരുത്താൻ മനസ്സിന്റെ വിശാലതയും അഗാധമായ അന്തർദൃഷ്ടിയും ആവശ്യമാണ്. മറ്റുള്ളവരിലെ നന്മകളെയും സൗന്ദര്യത്തെയും വിമർശിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അളക്കുന്നത് ആ വസ്തുവിനെയോ വ്യക്തിയെയോ അല്ല, മറിച്ച് നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിന്റെ പരിമിതികളെയാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.